Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് അടർത്തിയിട്ട് ഇതുപോലെ റിങ്സ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഏകദേശം 1/2 ഇഞ്ച് വീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. കട്ടൊന്നുമില്ലാതെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നല്ല കട്ടിയുള്ള ബാറ്റർ അല്ല തയ്യാറാക്കേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ ബാറ്റർ തയ്യാറാക്കണം. ഇനി നമുക്ക് റിങ്സ് ആക്കി വെച്ചിട്ടുള്ള സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സവാളയുടെ പുറം ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കില്ല, ഒരു ഓയിലി ടൈപ്പ് ആവില്ലേ. അപ്പോൾ നമ്മൾ ബാറ്ററിയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി പൊരിക്കുന്ന സമയത്ത് ഈ സവാളയിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മൈദയിലൊന്ന് പുരട്ടിയെടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ബാറ്ററിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ആദ്യം ബാറ്ററിയിൽ മുക്കിയെടുക്കാം, പിന്നെ ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മുടെ ഒനിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം.
ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒനിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.